എല്ലാവരും സന്തോഷത്തോടെയാണ് എന്ന് ഞാൻ കരുതുകയാണ്. ആണോ? ഒത്തിരി ആഗ്രഹത്തോടെയാണ് നിങ്ങൾ എല്ലാവരും വന്നത് എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു. ഈ ആഗ്രഹത്തോടെ വന്ന നമ്മുടെ ജീവിതങ്ങളെ ഇന്ന് രാത്രി കർത്താവ് അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. വിശ്വാസമുള്ളവർ പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സ്വർഗം തുറന്ന് നമ്മുടെ മേൽ കർത്താവ് അനുഗ്രഹം വർഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് വിശ്വാസത്തിൽ ഒന്ന് കണ്ടുകൊണ്ട് നമ്മുടെ കരങ്ങൾ ഈശോയിലേക്ക് ഒന്ന് ഉയർത്തിയിട്ട് പറഞ്ഞേ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തില് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാര്യം, അത് നമ്മുടെ വീടാകട്ടെ, ജോലിയാകട്ടെ, അല്ലെങ്കിൽ വാഹനമാകട്ടെ, സ്വർണമാകട്ടെ, എന്തുമാകട്ടെ, അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് സങ്കടം ഉണ്ടാവും. സങ്കടം ഉണ്ടാവും അല്ലെ? കഴിഞ്ഞ ദിവസം എന്റെ ഭാര്യ റിജിമോള് പറയാ, കയ്യിൽ കിടന്ന ഒരു സ്വർണമാല, ഒരു 1.5 പവന്റെ മാലയാണ്, വളയാണ്. ആ വള എവിടെയോ ഊരിപ്പോയി. എവിടെയോ പോയെന്ന് പുള്ളിക്കാരത്തിന് അറിയത്തില്ല. അത് ഈ ഒരു ക്ലിപ്പിടുന്ന ടൈപ്പാണ്. അത് പോയപ്പോ മുതൽ ഭയങ്കര സങ്കടമായി. നമുക്കൊക്കെ തോന്നാവുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ, അല്ലെ? അപ്പൊ നമ്മൾ എല്ലാവരും, അല്ലെങ്കിൽ നിങ്ങളിൽ ഒരാൾ നല്ലൊരു പുതിയ വാഹനം മേടിച്ചു, ഇന്ന് മേടിച്ചു. നമ്മളത് അതിന്റെ കീ ഒക്കെ കിട്ടി, നമ്മൾ ആ വണ്ടിയൊക്കെ മേടിച്ച് ഡ്രൈവ് ചെയ്ത് നമ്മൾ അവരുടെ ഷോറൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വരുന്നു. അങ്ങനെ പുറത്തേക്ക് വന്ന് നമ്മൾ സന്തോഷത്തിലാണ്. നമ്മൾ പുറത്തേക്ക് വന്ന് വണ്ടി റോഡിലേക്ക് വന്ന് കുറച്ച് ഓടി കഴിഞ്ഞ് ഒരു വളവെടുത്ത് തിരിയുമ്പോ നമ്മളൊരു തെറ്റും ചെയ്തില്ല. എതിരെ വന്ന ഒരാൾ വന്ന് നമ്മുടെ വണ്ടിക്ക് ഇടിച്ചു. അതിന്റെ ബമ്പറൊക്കെ ജാമായി പോയി, അല്ലെങ്കിൽ അത് കേടായിപ്പോയി. നമ്മൾ എന്ത് പറയും? സങ്കടം വരും. അതോ ഇതെല്ലാം പോയപ്പോഴത്തേനും നമുക്ക് ഒരു കുഴപ്പമില്ല, പ്രൈസ് ദി ലോർഡ്, എന്റെ വണ്ടി ഇടിച്ചല്ലോ, അങ്ങനെയാണ് പറയുന്നത്? ഇല്ല. നമുക്കൊക്കെ സങ്കടം വരും, അല്ലേ? സ്വാഭാവികമായിട്ടും. അതാണ് നമ്മുടെ ജീവിതത്തിൽ. അത് നമ്മുടെ ജോലി. നമുക്കൊരു ജോലി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ വരുമാന മാർഗമാണ് എന്ന് വിചാരിക്കുക. ജോലിയാണ്, നമ്മുടെ ബില്ലുകൾ അടയ്ക്കണം. ഞങ്ങളിവിടെ ഓസ്ട്രേലിയയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് മോർഗേജ്, വീടിന് മോർഗേജ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. വീടൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഓരോ മാസവും പൈസ അടയ്ക്കണം, ബില്ലടയ്ക്കണം. കിട്ടുന്ന പൈസ മുഴുവൻ അങ്ങനെയൊക്കെ തീരും. അങ്ങനെയാണ് ആളുകൾ രണ്ടട്ടം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടാണ്. പുറത്താണെന്നൊക്കെ വിചാരിച്ച് എല്ലാവരും ഇങ്ങനെ സുഖമാക്കുമെന്ന് വിചാരിക്കും. രണ്ടുപേർക്കൊക്കെ ജോലി ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിച്ചം വെക്കാൻ പറ്റും. ഒരാളുടെ ജോലി ഉണ്ടൊക്കെ പാടാണ്. പിന്നെ ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ആ കമ്പനി പറയാണ്, നിന്റെ ജോലി പോയി, യു ആർ ടെർമിനേറ്റഡ്, അല്ലെങ്കിൽ എന്താ റിഡംറ്റൻസി ആയി, എന്തെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാൽ നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും നമുക്ക് വിഷമം ഉണ്ടാവും, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഒരു രോഗം വന്നു, ഇപ്പോ ഡയഗ്നോസ് ചെയ്തു, നമ്മളൊരു മാരക രോഗത്തിന് അടിമയാണ്. പ്രൈസ് ദി ലോർഡ്, എനിക്ക് മാരക രോഗം തന്ന ദൈവത്തിന് സ്തുതി എന്നാണ് നമ്മൾ പറയുക. ഇല്ല, നമുക്ക് സങ്കടം ഉണ്ടാവും, അല്ലെ? അതുമാത്രം നമ്മൾ ഓർന്നിട്ടുണ്ടെങ്കിൽ സാരമില്ല എന്നൊക്കെ വിചാരിക്കാൻ പറ്റും നമുക്ക്. ഇങ്ങനെയൊക്കെ നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിലെ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് സമ്മാനമായിട്ട്, ഏറ്റവും വലിയ സമ്മാനമായി തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് സങ്കടം ഉണ്ടായോ? ഒരു പാപം ചെയ്ത് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ചപ്പോ കരഞ്ഞവരൊന്ന് പറയാമോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പാപം ചെയ്തപ്പോ എനിക്ക് സങ്കടം ഉണ്ടായി. വണ്ടി ഇടിച്ചതുപോലെ, ജോലി പോയതുപോലെ, അതുപോലെ കരഞ്ഞ, വിഷമിച്ച, അല്ലെങ്കിൽ വള പോയപ്പോ, സ്വർണം പോകുമ്പോ, ഇങ്ങനെയൊക്കെ വരുമ്പോ ഉണ്ടാകുന്ന വേദന പോലെ എന്റെ കർത്താവിനെ ഞാൻ വേദനിപ്പിച്ചല്ലോ, എന്റെ പരിശുദ്ധാത്മാവിനെ അവനെ നിർവീര്യമാക്കി കളഞ്ഞല്ലോ. നമുക്കറിയാം, നമ്മൾ വചനത്തിലൂടെ കേട്ടു,
യേശു ക്രിസ്തു നമുക്ക് വാഗ്ദാനമായി നൽകിയ പരിശുദ്ധാത്മാവിനെ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം ആത്മാവ് നമ്മളിൽ നിന്ന് എടുക്കപ്പെടുന്നില്ല. പക്ഷേ ആത്മാവ് പ്രവർത്തന നിരതനാകും. പ്രവൃത്തി ചെയ്യാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ നിർവീര്യമായിരിക്കുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ ആക്റ്റീവ് അല്ലാതായി തീരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. അപ്പോൾ വേദനിച്ചോ വേദനിക്കണം, നമ്മൾ കരഞ്ഞില്ലെങ്കിൽ കരയണം. കാരണം അത്രയും പ്രധാനപ്പെട്ടതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. യേശു തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് തന്റെ ശുശ്രൂഷകൾ നിർവഹിച്ചത്. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ്, പുത്രനാണ് നമുക്ക് ആ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. അപ്പോൾ ദാവീദ് രാജാവ് പാപം ചെയ്തിട്ട് കരയുന്ന രംഗമാണ് സങ്കീർത്തനം 51 നമ്മൾ കാണുന്നത്. അവിടെ കരഞ്ഞ് ഉപവസിച്ച് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്. അവന് തെറ്റുപറ്റി. ദാവീദ് രാജാവ്, അഭിഷിക്തൻ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ, ഒരു ബലഹീന നിമിഷങ്ങളിൽ പാപം ചെയ്തപ്പോ പഴയ നിയമ വെളിച്ചത്തിൽ നമ്മൾ കണ്ടു. കഴിഞ്ഞ ദിവസങ്ങളിലെ ടോക്കുകളിൽ നമ്മൾ കേട്ടതാണ്. പരിശുദ്ധാത്മാവിനെ എടുത്തു കളയും. പാപം ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോകും. എന്നാൽ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു നമ്മുടെ മേൽ ആത്മാവിനെ നൽകി. ആത്മാവ് നമ്മൾ വിട്ടുപോകുന്നില്ല. പക്ഷെ ആത്മാവ് പ്രവർത്തന നിരതനല്ലാതെ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റാതെ ദുരാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് എഫെസസ് 4:30 വചനം പറയുന്നത്, രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രിതരാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനിപ്പിച്ച നിമിഷങ്ങളെ ഓർത്ത് കരയണം ദൈവമക്കളെ. നാം ദൈവത്തിന്റെ ആലയമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. 1 കൊരിന്ത്യർ 3:16 വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ആലയം നിങ്ങൾ തന്നെ, നീ തന്നെ, ഞാൻ തന്നെ എന്ന് വചനം പറയുമ്പോ ഈ ആലയത്തെ നശിപ്പിച്ച നമ്മുടെ ജീവിത പ്രവൃത്തികൾ നമ്മൾ ഇന്നലെ വചനത്തിലൂടെ കണ്ടു. പാപത്തിന്റെ മേഖല, പാപത്തിന്റെ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നത് ദൈവത്തിന്റെ ആലയത്തെ നശിപ്പിക്കുന്ന പ്രവൃത്തികളാണ്. മാമോദീസായിലൂടെ നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിർവീര്യമാണോ? നമ്മുടെ മൊബൈൽ ഫോണുകൾ നമുക്കറിയാം അല്ലെ? മൊബൈൽ ഫോണുകൾ ചാർജ് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോ അതിന്റെ ചാർജ് പോകും. ചാർജ് പോയി കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യും? റീചാർജ് ചെയ്യും അല്ലേ? റീചാർജ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫോൺ ഓഫായി പോവും, ഡെഡായി പോവും. പിന്നെ അതിനെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ജീവിച്ചിരിക്കുന്നവരെന്നാണ് നിങ്ങളെ കുറിച്ച് പറയുന്നത്, എന്നാൽ നിങ്ങൾ മൃതരാണ്. നിങ്ങൾ മരിച്ചവർക്ക് തുല്യമാണ്. ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, പക്ഷേ ആത്മാവില്ലാത്ത ജീവിതം, പരിശുദ്ധാത്മാവില്ലാത്ത ജീവിതം. പ്രിയമുള്ളവരെ, പാപം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നിർവീര്യമായി പോകുന്നു. പരസ്പരം സ്നേഹിക്കാതിരിക്കുമ്പോൾ നമ്മളിൽ നിന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇല്ലാതായി പോകുന്നു. നമ്മൾ കോപിക്കുമ്പോ, നമ്മൾ വെറുപ്പിൽ കഴിയുമ്പോ, നമ്മൾ പാപത്തിൽ, ബന്ധനത്തിൽ, പൈശാചിക അടിമത്തത്തിൽ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇല്ലാതെ പോകുന്നു എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഇന്നലെ നമ്മൾ പാപത്തിന്റെ മേഖല കണ്ടെങ്കിലും ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ 1997 മുതലുള്ള ഈ ശുശ്രൂഷ ജീവിതത്തിൽ കണ്ടൊരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടക്കാതെ അല്ലെങ്കിൽ ദൈവാനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള വെറുപ്പാണ്. വെറുപ്പിൽ കഴിയുന്നവന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിക്കാൻ കഴിയില്ല, ദൈവാനുഗ്രഹം പ്രാപിക്കാൻ കഴിയില്ല. ഞാൻ ഓർക്കുന്നു, ഒരു സഹോദരി, ഒരു വീട്ടമ്മയാണ്. ഭയങ്കരമായിട്ട് ആ വീട്ടമ്മ
അവളുടെ ജീവിതത്തിൽ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടു, തന്റെ ഭർത്താവിനാൽ തന്നെയാണ്. വളരെയധികം എന്താ പറയുന്നേ, വീട്ടില് സെക്ഷലായിട്ടും ഇമോഷണലായിട്ടും ഫിസിക്കലായിട്ടും ഒക്കെ ഇങ്ങനെ പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ. ഒട്ടും സ്നേഹമില്ല. അദ്ദേഹം ഒരു കാമപ്രാന്തനെ പോലെയാണ്. അങ്ങനെ പെരുമാറുന്ന ഒരു വ്യക്തിയുടെ ജീവിതം. അവസാനം ഈ സ്ത്രീ സ്നേഹം തേടി പോവുകയാണ്. അവൾക്ക് സ്നേഹം കിട്ടുന്നില്ല. തെറ്റായ ബന്ധങ്ങളിൽ ചെന്ന് ചാടുകയാണ്. ഒന്നിനു പുറകെ മറ്റൊന്ന്, ഓരോ ബന്ധനങ്ങൾ, ഓരോ തെറ്റായ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോകുന്ന ഒരു സഹോദരി. എല്ലാവരോടും അവസാനം അവൾക്ക് വെറുപ്പായി. ഈ ചെന്നുപെടുന്നതെല്ലാം അവരെല്ലാം ഇവിടെ ചതിക്കുകയാണ്. അവള് സ്നേഹം തേടി പോയതാണ്, പക്ഷേ അവിടെ ഒന്നും ഒരു യഥാർത്ഥ സ്നേഹമല്ല അവൾക്ക് ലഭിക്കുന്നത്. ഇതെല്ലാം പിന്നീട് അവസാനം സ്വന്തക്കാരും ബന്ധുക്കളും സഹോദരങ്ങളും ഒക്കെ അറിയുന്ന ഒരു അവസ്ഥ. അപ്പൊ അവർക്കെല്ലാം ഇവളോട് വെറുപ്പായി. അങ്ങനെ ഇവൾക്ക് അവള് ആരൊക്കെയുമായി ബന്ധപ്പെട്ടോ അവരോട് വെറുപ്പ്, സഹോദരങ്ങളോട് വെറുപ്പ്, മാതാപിതാക്കളോട് വെറുപ്പ്, അങ്ങനെ എല്ലാം കൊണ്ട് ഒറ്റപ്പെട്ടു നിൽക്കുന്ന സമയത്താണ് അവള് നമ്മുടെ ധ്യാനത്തിൽ വന്ന് പങ്കെടുക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ വെറുപ്പിന്റെ മേഖലയിൽ നിന്ന് ആ മകൾക്ക് ഒരു വിടുതൽ കൊടുത്തപ്പോ, അവളായിരിക്കുന്ന ബന്ധനത്തിൽ നിന്ന് ദൈവം അവളെ മോചിപ്പിച്ചപ്പോ, അവൾ ഒരു മാൻപേടയെ പോലെ തുള്ളിച്ചാടുന്ന ദൈവാനുഭവത്തിലേക്ക് വരികയാണ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് അവൾ കടന്നു പോകുന്നത്. ഇതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 133 സങ്കീർത്തനം 1 വചനം, സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അവിടെയാണ് കർത്താവ് തന്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. നമുക്കറിയാം, സീറോ മലബാർ കുർബാന നമ്മൾ ആരംഭിക്കുമ്പോൾ എന്താ പാടുന്നേ? അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലിയർപ്പിക്കാം. ഈ പാട്ടും ഈ വചനവും അന്വർത്ഥമാക്കിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ സത്യത്തിൽ പാലിക്കുന്നവരാണെങ്കിൽ എത്ര പേർക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റും? ഇത് തിരിച്ചറിയുമ്പോൾ, ഈ പാട്ട് കേൾക്കുമ്പോൾ തിരിച്ചു പോകേണ്ട വരത്തില്ലേ കുറെ നമ്മുടെ ജീവിതങ്ങളിൽ? കാരണം അനുരഞ്ജിതരായിട്ട് തീരണം. ഒരുമയോടെ വേണം ബലിയർപ്പിക്കാൻ. ഒരു ദേവാലയത്തിൽ ഒരുമിച്ച് ബലിയർപ്പിക്കുന്ന സഹോദരങ്ങൾ തമ്മിൽ എത്രയോ വലിയ ശത്രുത നിലനിൽക്കുന്നു ഇന്നും. ആ ശത്രുതയിൽ നിന്നുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ലേ? Hate is the absence of love. വെറുപ്പെന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അഭാവമാണ്. ആൻഡ് absence of love is the absence of Christ. എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ അഭാവം എന്ന് പറയുന്നത് ക്രിസ്തു ഇല്ലാത്തൊരവസ്ഥയാണ്. And the absence of Christ is the complete removal and disconnection from the state of grace. എന്ന് പറഞ്ഞാൽ ദൈവ കൃപയിൽ നിന്നുള്ള പൂർണ്ണമായിട്ടുള്ള മാറ്റപ്പെടൽ, അല്ലെങ്കിൽ ഡിസ്കണക്ഷൻ ആണ്, അല്ലെങ്കിൽ നമുക്കൊരു ബന്ധമില്ലാത്ത ഒരവസ്ഥ. അതാണ് ഈ ആബ്സെൻസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്, ദൈവമില്ലാത്ത അവസ്ഥ. സ്നേഹമാണ് അതിന്റെ എല്ലാം ആധികാരികമായ അടിത്തറ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ മോർട്ടൽ സിൻ. ഇതൊരു മാരക പാപമാണ് വെറുപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്നലെ അതിനെ കുറിച്ചൊക്കെ ഞാൻ ലളിതമായ എല്ലാം ഒന്നും പറയാൻ നമുക്ക് ധ്യാനത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് പറ്റത്തില്ല. ഇതൊരു മാരക പാപമാണ്. ഇറ്റ് ഈസ് എ മോർട്ടൽ സിൻ, എ ക്യാപിറ്റൽ സിൻ, ടോട്ടൽ സെപ്പറേഷൻ ഫ്രം ദ mercy of God and his love. And hatred is the biggest block for God's grace, mercy and blessings. And the work of the Holy Spirit will not be there. ഈ വെറുപ്പിൽ കഴിയുന്ന ഒരു വ്യക്തിയിൽ ദൈവത്തിന്റെ കൃപയില്ല, ദൈവ കരുണയില്ല, കരുണയുടെ പ്രവർത്തനങ്ങളില്ല, ദൈവാനുഗ്രഹമില്ല. ഞാൻ ഓർക്കുന്ന ഒരു അധ്യാപകൻ, ഒരു സാറ്, അദ്ദേഹത്തിന് സ്വത്ത്, അവരുടെ വീട്ടിലെ സ്വത്ത് ഭാഗം ചെയ്തപ്പോ ഒരു 5 സെന്റ് ഭൂമി കുറഞ്ഞുപോയി. കാരണം ഇതേ ഒരു ജോലിക്കാരനായതുകൊണ്ട് അപ്പൻ മറ്റേ സഹോദരന് ഇച്ചിരി കൂടുതൽ സ്വത്ത് കൊടുത്തു. കാരണം അവന് ജോലിയൊന്നുമില്ല. അപ്പൻ 5 വർഷം മുമ്പ് കണ്ട് മരിച്ചുപോയി. ആ ധ്യാനത്തിന് വരുന്നതിന് 5 വർഷം മുമ്പ്. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും അപ്പനോട് വെറുപ്പാണ്. എന്താ സംഭവിച്ചതെന്നറിയാമോ? മക്കളുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന് അത് തടസ്സമായി മാറി. ആ കുഞ്ഞുങ്ങളൊന്നും പഠിച്ചിട്ടും ജോലി കിട്ടുന്നില്ല, എവിടെ എത്തുന്നില്ല, പലതരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് വേണം. വെറുപ്പ് എന്ന് പറയുന്നതാണ്, വലിയൊരു തിന്മയാണ്.
അനുഗ്രഹം തടസ്സപ്പെടുത്തും. നമ്മുടെ മാത്രമല്ല, തലമുറകളുടെ പോലും. അതുകൊണ്ടാണ് ഈ വെറുപ്പ് തലമുറകളിലൂടെ ആവർത്തിക്കപ്പെടും നമ്മൾ കാണുന്നുണ്ട്. പല രാജ്യങ്ങൾ തമ്മിലുള്ള വെറുപ്പ്, കുടുംബങ്ങൾ തമ്മിലുള്ള വെറുപ്പ്, ഇതെല്ലാം ഇങ്ങനെ നമ്മൾ ക്ഷമിക്കാതെ പോകുമ്പോ അതിങ്ങനെ ആവർത്തിച്ച് അല്ലെങ്കിൽ അത് പകർത്തും അല്ലെങ്കിൽ പിന്നീടുള്ള തലമുറകളിലേക്കൊക്കെ വ്യാപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ക്രൈസ്തവ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനം എന്നത് വ്യവസ്ഥകളില്ലാത്ത സ്നേഹത്തിന്റെ പൂർണ്ണതയാണ്. ദൈവസ്നേഹത്തിന്റെയും പരസ്നേഹത്തിന്റെയും അൺകണ്ടീഷണൽ ലവ് ഓഫ് ഗോഡ് ആൻഡ് മാൻ. എത്ര പ്രാർത്ഥിക്കുന്നവരായാലും, ദാനധർമ്മം, ഉപവാസം, പരോപകാര പ്രവൃത്തി എല്ലാം ഉണ്ടായാലും, തന്റെ സൽപ്രവൃത്തികളിൽ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിലും, ആരെയെങ്കിലും ആ വ്യക്തി തന്റെ സ്നേഹവലയത്തിന് പുറത്ത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ പോലും അറിയാതെ തന്നെ പിശാച് തന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നു. എല്ലാ കാര്യങ്ങളും വലിയ മിടുക്കനാ. ദേവാലയത്തിൽ പോകുന്നുണ്ട്, എല്ലാ ദിവസവും ബലിയർപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അധ്യാപകന്റെ കാര്യം, അദ്ദേഹം എല്ലാ ദിവസവും ബലിയർപ്പിക്കാൻ പോകുന്നയാളാ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആരെയെങ്കിലും കർത്താവിന്റെ നമ്മുടെ സ്നേഹവലയത്തിൽ നിന്ന് പുറത്ത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ പോലും അറിയാതെയാണ് പിശാച് അവന്റെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അവന്റെ പിതാവ് പിശാചാണ്. അയാൾ ദൈവത്തിന്റെ കാരുണ്യത്തെ അറിയാൻ കഴിയാതെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ഒന്നും പൂർണ്ണമായി സ്വീകരിക്കുവാൻ സാധിക്കാതെ സ്വയം നാശത്തിലേക്ക് നിബന്ധിക്കുന്നതും കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ കാരുണ്യം, നമ്മുടെ ഈ കൂട്ടായ്മ ദൈവകരുണയുടെ കൂട്ടായ്മയാണ്. അപ്പൊ ദൈവത്തിന്റെ കാരുണ്യത്തെ അറിയാൻ കഴിയാതെ പോകുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിൽ. അങ്ങനെ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങള് പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് അനുഗ്രഹങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ആത്മാവിന്റെ നിറവില്ലാത്തൊരവസ്ഥ, അതുപോലെ നാശത്തിലേക്ക് കടന്നു പോകുന്ന ജീവിതങ്ങൾ, അത് ചിലപ്പോ തലമുറയിൽ നിന്ന് തലമുറയിലേക്ക് ആവർത്തിക്കപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. When we leave our lives into the state of hate, we give it to Satan. നമ്മുടെ ജീവിതം വെറുപ്പ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം പിശാചിന് വിട്ടുകൊടുക്കുകയാണ്. അപ്പോ we cannot truly love anyone. നമുക്ക് ആരെയും യഥാർത്ഥത്തിൽ സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ നമ്മൾ വെറുപ്പ് കഴിയുമ്പോ അത് നമ്മളെ അന്ധരാക്കി കളയുകയാണ്. നമ്മൾ അന്ധതയിലേക്ക് നയിക്കുകയാണ്, അന്ധമായ ഒരു ജീവിതത്തിലേക്ക്. നമുക്ക് നമ്മുടേതായ കാരണങ്ങളുണ്ടാകാം ക്ഷമിക്കാതിരിക്കാൻ. നമ്മുടെ തെറ്റുകൊണ്ടായിരിക്കത്തില്ല പലതും. മറ്റു വ്യക്തിയായിരിക്കാം തെറ്റ് ചെയ്തത് നമുക്കെതിരായിട്ട്, നമ്മുടെ കുടുംബത്തിനെതിരായിട്ട്, നമ്മുടെ സൽപ്പേരിനെതിരായിട്ട്, നമ്മുടെ ജോലിക്കെതിരായിട്ട്, നമ്മുടെ സ്വപ്നങ്ങൾ തച്ചുടച്ചവരുണ്ടാകാം, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. അപ്പൊ നമ്മൾ ഓർക്കും, അവൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടല്ലേ അവൻ ഇച്ചിരി അങ്ങ് അനുഭവിക്കട്ടെ. നമ്മൾ ചിന്തിച്ചിട്ടില്ലേ? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അവനല്ലേ എനിക്കെതിരെ തെറ്റ് ചെയ്തത്, ഞാൻ അവനോട് ക്ഷമിക്കാൻ തയ്യാറല്ല. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ആ വ്യക്തിക്ക് സംഭവിക്കുമ്പോ എന്താ നമ്മൾ വിചാരിക്കുന്നേ? അവൻ സഹിക്കണം, കാരണം അവൻ എന്നോട് ഇത് ചെയ്തോണ്ടാ. ഞാനൊന്നും ചെയ്തിട്ടല്ലല്ലോ, അവൻ തന്നെ വരുത്തി വെച്ചാലേ അവന് സംഭവിച്ചതല്ലേ. സോ ഇൻ റിയാലിറ്റി ദിസ് വിൽ ബ്ലോക്ക് അവർ ബ്ലെസ്സിങ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനുഗ്രഹത്തെയാണ് തടസ്സപ്പെടുത്തുന്നത്. ഇറ്റ് ക്രിപ്പിൾസ് us and limiting our sky. അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ കിട്ടാൻ, അല്ലെങ്കിൽ ഉയർച്ച ഉണ്ടാകാൻ, സ്കൈയോളം, ആകാശത്തോളം ഉയരാനുള്ള സാധ്യതയുള്ളപ്പോൾ അതെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. So when we don't forgive, when we are injured by the deeds or sins of others, our anger and hatred can cause our hearts to become disfigured and ultimately hinder our ability to love. നമ്മൾ ക്ഷമിക്കാതിരിക്കുമ്പോ അതൊരു വലിയ മുറിപ്പെടുത്തുന്ന അനുഭവമായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മളെ തന്നെ അത് ബാധിക്കും. നമുക്കാണ് അതിന്റെ എല്ലാം ദൂഷ്യം. ഇത് നമ്മളെയാണ് വെരി ബാഡായിട്ട് അഫക്ട് ചെയ്യുന്നത്. ദൈവാനുഗ്രഹം തടസ്സപ്പെടും, നമ്മളെ ഫിസിക്കലി, ഇമോഷണലി, മെന്റലി ഒക്കെ അഫക്ട് ചെയ്യും. ഞാൻ എൻ്റെ പ്രൊഫഷണൽ ലൈഫില് സൈക്കോളജി ഒക്കെ പഠിച്ചിട്ട് ഇപ്പോ മെന്റൽ ഹെൽത്ത് കൗൺസിലറായിട്ട് മെയിനായിട്ട് അതാണ് ആ മേഖലയിൽ. ആളുകൾ വരുമ്പോ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ, ഫാമിലി വയലൻസ്, ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ ഉണ്ട്. എല്ലാ പ്രശ്നങ്ങളുമായിട്ട് വന്ന അവസാനം ഡിപ്രഷൻ, ആങ്സൈറ്റി, ഭയങ്കര സ്ട്രെസ്. ഇന്ന് ഈ കാലഘട്ടത്തിലെ കോവിഡിന് ശേഷം അത് ഭയങ്കരമായിട്ട് കൂടിയിരിക്കുക. എന്താ ചില വ്യക്തികളുടെ ജീവിതങ്ങൾ കാണുമ്പോ ക്ഷമിക്കാൻ പറ്റുന്നില്ല. മാതാപിതാക്കളും മക്കളും തമ്മിൽ വെറുപ്പ്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വെറുപ്പ്, സഹോദരങ്ങൾ തമ്മിൽ വെറുപ്പ്.
നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി, ചില സമ്പത്തിന് വേണ്ടി, സ്വത്തിന് വേണ്ടി, പണത്തിന് വേണ്ടി, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളിൽ ഈ ഭൂമിയിലെ സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കഴിയുന്ന ജീവിതാവസ്ഥകളാണ് പ്രിയമുള്ളവരെ കാണുന്നത്. എന്നാൽ അവിടെയൊക്കെ ദൈവം വരുമ്പോ, ദൈവത്തിന്റെ വചനം വരുമ്പോ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വരുമ്പോ അവിടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണുന്നു. ദൈവം പ്രവർത്തിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ആരോടൊക്കെ ക്ഷമിക്കണം? 4 ഡയമെൻഷൻസ് ആണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ കഴിയണം, ദൈവത്തോട് ക്ഷമിക്കണം, അതുപോലെ തന്നെ മറ്റുള്ളവരോട് ക്ഷമിക്കണം, ഈ പ്രകൃതിയോട് തന്നെ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. ടു ഗോഡ് എന്ന് പറയുമ്പോൾ ബ്ലെയിമിങ് ഗോഡ്, ദൈവത്തെ നമ്മൾ ബ്ലെയിം ചെയ്യുകയാണ് പല കാര്യങ്ങൾക്ക്. പലപ്പോഴും പല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, നമ്മുടെ കാര്യങ്ങളിൽ വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ, ചിലപ്പോൾ നമ്മൾ ബോധപൂർവമായിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ബോധപൂർവം അല്ലാതെയൊക്കെ ചിന്തിക്കും, വൈ ഗോഡ് ഈസ് അലൗവിങ് ദിസ്, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഇതെന്തുകൊണ്ടാണ് ദൈവം ഇതൊക്കെ അനുവദിക്കുന്നത്? ഇതൊരു പിശാചിന്റെ തട്ടിപ്പാണ്. One cannot be resentful to God and receive blessings. ദൈവത്തോട് മറുതലിച്ചുകൊണ്ട് നമുക്ക് അനുഗ്രഹം സ്വീകരിക്കാൻ പറ്റില്ല. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ എന്താ കാണുന്നേ? ആദം പറയുന്നുണ്ട്, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ അവളാണ് എനിക്ക് പഴം പറിച്ചു തന്നത്. കൂട്ടിന് ഈ സ്ത്രീയെ തന്നു അല്ലേ? അവളെ തന്നതാരാ? ദൈവം. അപ്പൊ ആരാ ഇവിടെ കുറ്റക്കാരൻ? ആദം ആരെയെ കുറ്റപ്പെടുത്തുന്നേ? ദൈവത്തെ. കാരണം ദൈവമല്ലേ കൊടുത്തത്. ആദ്യം ഈ സ്ത്രീയെ കണ്ടപ്പോ എന്നാ പറഞ്ഞ? എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. ഏറ്റവും ആദ്യത്തെ പ്രേമഗീതമാണ് ആദം പാടിയത് അവിടെ. ഇങ്ങനെ ഒരു സ്ത്രീയെ കണ്ടപ്പോ, അതുവരെ കുറെ ആനേനെയും കുതിരനെയും കുരങ്ങനെയും ഒക്കെ കണ്ടുകൊണ്ട് ഈ ആദം നടക്കുമ്പോ ഇതാ ഉറക്കി കിടത്തി എഴുന്നേൽപ്പിച്ച് കണ്ടു കഴിഞ്ഞപ്പോ ഇതാ ഒരു പുതിയ വ്യക്തി തന്നെ പോലെ തന്നെ നിൽക്കുന്നു. അതാ വിളിച്ചു പറയുക, എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. അങ്ങനെ പറഞ്ഞ് അവര് ദൈവത്തോടു കൂടി ഉലാത്തി നടന്ന ജീവിതമാണ്. പക്ഷെ ദൈവം പറഞ്ഞത് അവർ അവിശ്വസിച്ച്, പിശാച് പറഞ്ഞത് അവർ വിശ്വസിച്ച് ഒരു പാപം ചെയ്യുക. അപ്പൊ എന്താ പറഞ്ഞേ? അങ്ങനെനിക്ക് ദൈവമേ, അങ്ങനെനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ അവളാണ് എനിക്ക് പഴം പറിച്ചു തന്നത്. അപ്പൊ അവിടെ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നത്. അവിടെയാണ് മനുഷ്യന്റെ ആരംഭത്തിലെ ദൈവത്തിന്റെ കുറ്റപ്പെടുത്തൽ നടത്തുന്നത്. ടു അതേഴ്സ്, മറ്റുള്ളവരിലേക്ക്. അതർ പേഴ്സൺ ഹാവ് ഡൺ ഈവിൾ ഓർ ടെറിബിൾ തിങ്സ് ടു യു. മറ്റുള്ളവർ നമ്മളെ പലതരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടാകാം, നമ്മുടെ സൽപ്പേര് കളങ്കപ്പെടുത്തിയിട്ടുണ്ടാകാം, നമുക്ക് ദൂഷ്യങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, ഒത്തിരിയേറെ തിന്മകൾ നമുക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ടാകാം. നമ്മളൊക്കെ അതിലൊക്കെ നിഷ്കളങ്കരുമാകാം. അപ്പൊ നമുക്ക് ദൈവാനുഗ്രഹം പ്രാപിക്കണമോ? നമ്മൾ അവരുമായി രമ്യതപ്പെടണം. അവരുമായി രമ്യതപ്പെട്ടാൽ മാത്രമേ ദൈവാനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. Every miracle depends completely on your relationship to God the Father. എല്ലാ അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിലെ പൂർണ്ണമായിട്ടും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ആശ്രയിച്ച് തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ദൈവവുമായിട്ടുള്ള ബന്ധം ശരിയാകണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം ശരിയാക്കിയേ പറ്റുകയുള്ളൂ. ടു അതേഴ്സ്, കൂട്ടിന് തന്ന സ്ത്രീ, അവള് കാരണമാണല്ലോ എന്ന് ആദം കുറ്റപ്പെടുത്തുകയാണ്. അവളാണ് ദൈവം. ആദ്യം പറഞ്ഞു ദൈവമാണല്ലോ ഇത് തന്നത്. അതിനുശേഷം നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ എന്ന് പറഞ്ഞ അത് തന്നെ ആ സ്ത്രീയെ കുറിച്ചാണ് പിന്നെ രണ്ടാമത് പറയുന്നത് ആദത്തിന്റെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ ക്ഷമിക്കേണ്ടത് നമ്മളോട് തന്നെ. ആസ് ലോങ് ആസ് യു ഫീൽ ദാറ്റ് യു ആർ അണ്ടർ കണ്ടംനേഷൻ, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഹാവ് ട്രൂ ലവ്. നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുമ്പോ പല സമയത്തും നമുക്ക് സംഭവിക്കുന്ന ഒരു കുഴപ്പമാണ്, നമ്മൾ കുറ്റബോധത്തിലേക്ക് പോവുകയാണ്, നമ്മളെ തന്നെ കണ്ടം ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോ നമ്മളിൽ ദൈവാനുഗ്രഹമില്ല, അല്ലെങ്കിൽ ദൈവകൃപ വർക്ക് ചെയ്യാതെ വരുന്നു, ശരിയായ സ്നേഹമില്ലാതെ വരുന്നു, ശരിയായ സ്നേഹത്തിൽ നമ്മൾ വസിക്കാതെ വരുന്നു. അപ്പോൾ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കാണാൻ നമുക്ക് പറ്റാതെ വരുന്നു. ദൈവം പ്രവർത്തിക്കുന്ന മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് നമ്മൾ അലവ് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. വെറുപ്പിലേക്കൊക്കെ ചില വ്യക്തി ജീവിതങ്ങൾ സ്വയം വെറുക്കുന്ന അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടില്ലേ? പലരെയും നമ്മുടെ ചുറ്റുപാട്. ചിലപ്പോൾ നമ്മളിൽ തന്നെ പലർക്കും അങ്ങനെ ഉണ്ടാകാം. ഒന്നുമില്ല, കുറെ കഴിയുമ്പോഴത്തേനും ഐ ഹേറ്റ് മൈ ലൈഫ്, ഞാൻ എന്റെ ജീവിതം തന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൂയിസൈഡിന് പോകുന്ന എത്ര ജീവിതങ്ങളെ അനുനിമിഷം ഞാൻ കാണുന്നതെന്ന് അറിയാമോ? എല്ലാം അടുത്തു, അവസാനം തന്നെ കുറ്റപ്പെടുത്തി ഐ ജസ്റ്റ് വാണ്ട് ടു ഫിനിഷ് മൈ ലൈഫ്, എന്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കണം. ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈശോയെ കൊടുക്കുന്ന
ഒരു വലിയ ഒരു ശുശ്രൂഷയിൽ. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടി. എന്റെ ശുശ്രൂഷ ഒരു 1-to-1 ഇവാഞ്ചലൈസേഷന് വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ജോലിയാണ് ദൈവം എനിക്ക് തരുന്നത്. ഒത്തിരിയേറെ ആളുകളെ ഈശോയിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട് അതിലൂടെ. പിന്നീട് നമ്മൾ ക്ഷമിക്കേണ്ട ഒരു മേഖല ഈ പ്രകൃതിയോടാണ്, ടു നേച്ചർ. You must forgive to the situations that wounded you, to the places that caused your sufferings. ചില സ്ഥലങ്ങളോ സ്ഥാപനങ്ങളോ വ്യക്തികളോ വസ്തുക്കളോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതങ്ങൾ മുറിവേറ്റിട്ടുണ്ടാകാം. അവിടെ ആ മേഖലയിൽ ഒരു 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 രമ്യതപ്പെടൽ, ആ അവസ്ഥകളുമായി രമ്യതപ്പെടേണ്ട ഒരാവശ്യം കൂടി നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈശോ പറയുന്നൊരു വാക്കുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായം. ദൈവം പറയുന്നൊരു വാക്ക് 1:17 ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്ക് കേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും. അതുകൊണ്ട് ഈ പ്രകൃതിയുമായി ഏതെങ്കിലും തരത്തിലുള്ള, ഈ പ്രകൃതിയിൽ ഏതെങ്കിലും വസ്തുക്കളോ സംവിധാനങ്ങളോ സംഭവങ്ങളുമായിട്ടോ അല്ലെങ്കിൽ പ്ലേസുകളുമായിട്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടെങ്കിൽ രമ്യതപ്പെടാനായിട്ട് പറ്റണം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ തിരുവചനം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുക്രിസ്തുവിന്റെ അനുയായികളല്ലേ നമ്മൾ? പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈശോ പറഞ്ഞത്. അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, അപ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. റോമാലേഖനം 12-ാം അധ്യായം 14-ാം തിരുവചനം, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. ഇതാണ് ദൈവത്തിന്റെ ഹിതം നമ്മളെ കുറിച്ച്. ഈ ദൈവ നിയോഗത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 23-24 വചനങ്ങള്. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തുവോടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അപ്പോ ബലിയർപ്പണത്തിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, അതിനായിട്ട് നമ്മൾ കടന്നു പോകുമ്പോ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ, മറ്റുള്ള നിനക്കില്ല, പക്ഷെ മറ്റൊരു സഹോദരൻ നിന്നോടുണ്ടെന്ന് നിനക്ക് ബോധ്യപ്പെട്ടാൽ കാഴ്ചവസ്തു നീ അവിടെ വെച്ചിട്ട് ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനുമായി രമ്യതപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കുക. അപ്പോഴാണ് നിന്റെ ബലി സ്വീകാര്യമാകുക. നീ ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിയെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാപ്പ് ചോദിക്കണം. പലപ്പോഴും നമ്മുടെ ന്യായീകരണം എന്താ? ഞാനൊന്നും ചെയ്തില്ലല്ലോ, അവനല്ലേ ചെയ്തത്, എനിക്ക് വെറുപ്പില്ല, അവന് വെറുപ്പുണ്ടെന്ന് ഓർത്ത് ഞാൻ എന്താ ചെയ്യാ, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ എക്സ്ക്യൂസ് പറയാറുണ്ട്. അപ്പൊ നിന്റെ സഹോദരൻ നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തുവോടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പറയുന്നത്. അതുപോലെ തന്നെ think of the other person and family who is driven away from God by the devil. അവരെ കുറിച്ച് നമുക്കൊരു ചിന്തയുണ്ടാകണം. പിശാചിന്റെ അടിമത്തത്തിലായിരിക്കുന്ന മക്കളെ അതിൽ നിന്ന് മോചിപ്പിക്കാനാണ് ദൈവത്തിന്റെ ആത്മാവിനെ എനിക്ക് നിങ്ങൾക്കും തന്നത്. ഹീസ് യുവർ ബ്രദർ ഓർ സിസ്റ്റർ. അവൻ നമ്മുടെ സഹോദരനോ സഹോദരിയോ ആണ്. ഒരു ദൈവകൃപയിൽ അല്ലാതെ ജീവിക്കുന്നെങ്കിൽ ഒരു ഭാരം ഉണ്ടാകണം നമ്മുടെ ഉള്ളിൽ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോ ഇങ്ങനെ ദൈവകൃപ നഷ്ടപ്പെടുത്തുമ്പോൾ പിതാവായ ദൈവത്തിനുണ്ടാകുന്ന ഒരു വേദനയില്ലേ, അത് നമ്മുടെ വേദനയായിട്ട് മാറണം. അപ്പോഴാണ് നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നവരായിട്ട് മാറുക പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ രമ്യതപ്പെട്ടിട്ട് മാത്രമേ ബലിയർപ്പിക്കാവൂ. രമ്യതപ്പെടണം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠം ഒരുക്കിയിടാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 3-ാമത്തെ വചനം കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ തരിശുഭൂമി ഉഴുതുമറിക്കുവിൻ, മുള്ളുകൾക്കിടയിൽ വിത്ത് വിതയ്ക്കരുത്. നിങ്ങളുടെ തരിശുഭൂമി ഉഴുതുമറിക്കണം, മുള്ളുകൾക്കിടയിൽ വിത്ത് വിതച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ്. അതിന്റെ വിത്ത് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. അപ്പോ
നിങ്ങളുടെ തരിശു ഭൂമി ഉഴുതു മറിക്കുന്നില്ലെങ്കിൽ വിത്ത് വിതച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഉഴുതു മറിക്കണം. വചനം സ്വീകരിക്കുന്ന ഒരു ജീവിതമാകണം. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ന്റെ 2-ാമത്തെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണല്ലോ. അങ്ങനെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. കർത്താവ് നമുക്ക് നൽകിയ കമാൻഡ്മെന്റ്സ്, കൽപ്പന എന്താണ്? മർക്കോസ് വിശേഷം 12-ാം അധ്യായം 30-31 വചനം. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. 2-ാമത്തെ കൽപ്പന, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഇതിൽ കവിഞ്ഞ വലിയൊരു വേറൊരു പ്രമാണോ നിയമോ ഒന്നുമില്ല. ഇതാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. സോ നമ്മള് സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റില്ല എന്നാണ് യേശു പറയുന്നത്. നമ്മുടെ ശത്രുവിനെ സ്നേഹിക്കാനായിട്ട് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുകയാണ്. അതൊരു കൽപ്പനയാണ്, നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, ആ സഹോദരൻ ശത്രുവിനെ സ്നേഹിക്കണം. അപ്പൊ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അപ്പൊ നീ നിന്നെ തന്നെ സ്നേഹിക്കണം ആദ്യം. നമ്മൾ ആദ്യം കണ്ടില്ലേ, ആദ്യത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളോട് തന്നെ വെറുപ്പോ വിദ്വേഷം ഉണ്ടെങ്കിൽ അത് മാറ്റണം. അതിനുവേണ്ടി ദൈവത്തിന്റെ കൃപ നമുക്കുണ്ടാകണം. ആ മേഖലയിൽ ഒരു വിടുതലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയൂ. അതുപോലെ തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അതിനെല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ഒപ്പം നമ്മൾ സഹോദരങ്ങളിലൂടെ നമുക്ക് എന്തേറെ അനുഗ്രഹങ്ങളാ കിട്ടിയിരിക്കുന്നത്. അന്നേരം നമ്മൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് യാതൊരു നന്ദിയുമില്ല. ചില വ്യക്തി ജീവിതങ്ങളൊക്കെ നമ്മുടെ ജീവിതങ്ങളെ, അവരുടെ ജീവിതം പോലും മാറ്റിവെച്ച് നമ്മളെ സഹായിച്ച നിമിഷം, ജീവൻ പോലും പണയപ്പെടുത്തി നമുക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ജീവിതങ്ങൾ, ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിച്ചവര്, സ്വന്തം കുടുംബം പോലെ കരുതിയവര്, സ്വന്തം സഹോദരനെ സഹോദരിയെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളെ പോലെ കരുതി ജീവിച്ചവര്, ഇവരെയൊക്കെ ഏതെങ്കിലും നിസ്സാര കാര്യം പറഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുന്നുണ്ടോ? ഒരു കാര്യവുമില്ല, പ്രധാനപ്പെട്ട ഒന്നുമില്ല. നിസ്സാര കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ അകലുകയാണ്. പല ബന്ധങ്ങളും അതിലൂടെ ഇല്ലാതായി മാറുകയാണ്. നമ്മുടെ സ്വാർത്ഥത, നമ്മുടെ കാര്യം നടക്കണം, അത് കഴിഞ്ഞു, ഇനി എനിക്ക് എന്തിനാ ജഗത്തെ കൊണ്ട് കാര്യം, അവളെ കൊണ്ട് കാര്യം, അവനെ കൊണ്ട് കാര്യം. നന്ദിയില്ലാത്തവരാകരുത് പ്രിയമുള്ളവരെ. നമ്മൾ ദൈവത്തോട് നന്ദി ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സഹായിച്ചവരോട് നന്ദി ഉണ്ടാകണം. നമുക്ക് എന്താ അഹങ്കരിക്കാനുള്ളത്? ദൈവം തന്നതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ എന്താ ഉള്ളേ? പലപ്പോഴും നമ്മൾ പറയും ഇതൊക്കെ നമ്മുടെ നേട്ടങ്ങളാണ്, ഞാൻ ഉണ്ടാക്കിയതാണ്, എന്റെ നേട്ടമാണെന്നൊക്കെ പറയുന്ന എത്രയോ ആളുകളെ നമ്മൾ കാണുന്നു. 1 യോഹന്നാൻ 4:20, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ സ്നേഹിക്കാതെ ചുറ്റുമുള്ളവരെയോട് വെറുപ്പ് വെച്ച് പുലർത്തിക്കൊണ്ട് ഈ രാത്രി അഭിഷേകം സ്വീകരിക്കാം നിങ്ങൾ വിചാരിക്കരുത്. അതുകൊണ്ടാണ് ഇത്ര ശക്തമായിട്ട് ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്ന. അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ ദൈവവചന വെളിച്ചത്തിൽ നമ്മൾ വെറുപ്പിൽ നിന്ന് മോചിതരാകണം. ഇന്ന് തന്നെ തീരുമാനമെടുക്കണം. ദൈവവുമായും സഹോദരങ്ങളുമായും രമ്യതപ്പെടുമ്പോൾ ദൈവാനുഗ്രഹം ഉണ്ടാകും. ദൈവം നമ്മളിലേക്ക് അനുഗ്രഹം വർഷിക്കുന്നത് ചിലപ്പോൾ നേരിട്ട് നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാം, ചിലപ്പോൾ നമ്മുടെ സഹോദരങ്ങളിലൂടെയാണ് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദൈവവും സഹോദരങ്ങളും ഞാനും ഇതൊരു ഒരു ട്രയാങ്കിൾ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ നിൽക്കുകയാണ്. നമ്മൾ മാറി. അപ്പൊ ദൈവവും ഞാനും മാത്രം മതി, എന്റെ സഹോദരൻ വേണ്ട എന്ന് സഹോദരി വേണ്ട എന്ന് പറഞ്ഞൊരു ജീവിതമില്ല. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ദൈവവും ഞാനും എന്റെ സഹോദരനും, ഞങ്ങളും മൂന്നും കൂടെ ചേരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മുടെ ചുറ്റുമുള്ളവരും നമ്മളും എല്ലാവരും കൂടെ ചേരുന്നതാണ് ദൈവിക സംവിധാനം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ചില സമയത്ത് നമ്മളെ അനുഗ്രഹിച്ചത് ദൈവം സഹോദരങ്ങളിലൂടെയാ. അപ്പൊ അവിടെ നമ്മൾ ആ സമയത്ത് ആ വ്യക്തികളോട് നന്ദി ഉണ്ടാകണ്ടേ? അവിടെ നമ്മുടെ സ്വാർത്ഥത, എന്റെ കാര്യം നടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നടന്ന് അവരെയൊക്കെ ഒഴിവാക്കി ആ ബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച് പോകുന്നതാണോ ശരി? ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല പ്രിയമുള്ളവരെ. ടു റെൻഡർ ഈവിൾ ഫോർ ഈവിൾ ഇസ് ഡെവിളിഷ് എന്നാണ്. അതായത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് പൈശാചികമാണ്.
അതുപോലെ നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് മാനുഷികമാണ്. നമ്മൾ നന്മ ചെയ്ത ഒരാൾക്കൊരു നന്മ തിരിച്ചു ചെയ്യുന്നത് മാനുഷികമാണ്. എന്നാൽ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് ദൈവികമാണ്. തിന്മ ചെയ്ത ഒരു വ്യക്തിക്ക് വേണം നമ്മൾ നന്മ ചെയ്യാൻ. അപ്പോഴാണ് നമ്മളിൽ ദൈവിക സ്വഭാവം വളരുന്നത്. അങ്ങനെ തിന്മ ചെയ്ത, നമ്മൾ ഉപദ്രവിച്ച ഒരു വ്യക്തിക്ക് ഒരു ആവശ്യം വരുമ്പോൾ ഓടിച്ചെന്ന് സഹായിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് നമ്മൾ അവരെ സഹായിക്കുന്നു. ഇവിടെയാണ് ദൈവികത നമ്മളിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അവിടെയാണ് പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് നമുക്കറിയാൻ കഴിയുക. ഞാൻ ഓർക്കുന്ന ഒരു സഹോദരി, ഒരു മോള്, അവളുടെ ഉന്നത പഠനം അവള് ആഗ്രഹിച്ചത് ഒരു ബിഗ് സിറ്റിയിൽ, ഇന്ത്യയിലെ തന്നെ ഒരു വലിയ സിറ്റിയിൽ പോയി പഠിക്കണം. അവൾ അതിന് വാശി പിടിച്ചു. അപ്പനും അമ്മയും അതിനങ്ങ് സമ്മതിക്കുന്നില്ല. കാരണം എന്തെന്നറിയാമോ? അവർക്ക് പേടിയാണ്. ഈ ഒറ്റ മോളാണ്, അവളെ അങ്ങനെ കൊണ്ടുവിട്ട് എങ്ങനെയാകും? അതിന്റെ ആവശ്യമില്ല. ഇവിടെ പഠിക്കാൻ, കേരളത്തിൽ തന്നെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. അവൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഉണ്ട്. പിന്നെ എന്തിനാ അവള് പോകുന്നത്? ഇങ്ങനെ ഭയങ്കരമായ ഒരു പ്രശ്നമായി. അങ്ങനെ അവസാനം അവര് നമ്മുടെ ധ്യാനത്തിലേക്ക് വരികയാണ്, ഒരു സൊല്യൂഷന് വേണ്ടി. അങ്ങനെ ഒരു വലിയ നിസ്സംഗതയിലും ഒരു ആഗ്രഹമില്ലാതെയൊക്കെയാണ് ധ്യാനത്തിലിരിക്കുന്നത്. ഒരു ദിവസം ഞാൻ അവളിങ്ങനെ യാദൃശികമായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ, അവളെ കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് അവളോട് സംസാരിക്കാൻ പറഞ്ഞു. നമ്മൾ ധ്യാനത്തിന് മിണ്ടാറില്ല. അപ്പൊ എന്തോ ഒരു വലിയ പ്രശ്നം ആ കുഞ്ഞിനെ ഭാരപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കി ഞാൻ ചോദിച്ചു, മോളെ ഇനി വന്നേ, വാട്ട് ഈസ് ട്രബിളിങ് യു? അവളുടെ ഹൃദയം ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, മോളെ വാട്ട് ഹാപ്പൻ, വാട്ട്സ് റോങ്? ഈ ധ്യാനം നിനക്ക് കൂടാൻ പറ്റുന്നില്ലേ? ഐ ഡോണ്ട് വാണ്ട് ടു അറ്റൻഡ് ദിസ് റിട്രീറ്റ്. എനിക്കിത് കൂടാനുള്ള ആഗ്രഹമൊന്നുമില്ല എന്ന് അവള് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ എന്ത് പറ്റിയേ? അപ്പൊ ഞാനിങ്ങനെ 2 ദിവസം കഴിഞ്ഞല്ലോ. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് എന്നോടൊരു ചെറിയ ഇഷ്ടവും താല്പര്യമൊക്കെ ശുശ്രൂഷയുടെ സമയത്ത് തോന്നിയുകൊണ്ട് അവള് എന്നോട് സംസാരിക്കുക, അല്ലെങ്കിൽ ആർക്കും മുഖം കൊടുക്കാതെ ആരോടും മിണ്ടാതെ നടന്ന കൊച്ച. അപ്പൊ ഞാൻ അവളെ മാറ്റി നിർത്തി അവളോട് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഐ വാണ്ട് ടു ടോക്ക് ടു യു ബ്രദർ. എനിക്കൊന്ന് ബ്രദറിനോടൊന്ന് സംസാരിക്കണം. ഞാൻ ഇവിടുത്തെ കൗൺസിലേഴ്സിനോട് പറയാനിരിക്കുമായിരുന്നു, പറഞ്ഞിട്ടിരിക്കുകയാണ്, എനിക്ക് ബ്രദറിനെ ഒന്ന് കാണണം. പക്ഷെ അവര് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ടാണ് എടുക്കുന്നത്, പ്രാർത്ഥിച്ച് കിട്ടുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഉറപ്പൊന്നുമില്ല എന്നൊക്കെ അവർ പറഞ്ഞു. അപ്പം ദൈവമാണ് എന്റെ മുമ്പിലേക്ക് ബ്രദറിനെ കൊണ്ടുവന്നത്, അതുകൊണ്ട് can I have time? അപ്പൊ ഞാൻ പറഞ്ഞു, ഓക്കെ, നമുക്ക് സമയം ഫിക്സ് ചെയ്യാം. അങ്ങനെ ദൈവം തന്നെയാണല്ലോ അവൾ എന്റെ മുമ്പിൽ കൊണ്ടുവന്നത്, അപ്പൊ ദൈവഹിതമാണല്ലോ. അപ്പൊ ഞാൻ അവളോട് സംസാരിക്കാം. അപ്പൊ എന്താ അവള് പറഞ്ഞെന്നറിയാമോ? അവള് പറയാണ്, എന്റെ അപ്പനൊരു അവിഹിത ബന്ധം, ഇത് ഞാൻ കണ്ടുപിടിച്ചു, എനിക്കത് അറിയാം, എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാൻ അപ്പനോട് പറഞ്ഞില്ല. ഇത് കണ്ടപ്പോൾ മുതൽ എനിക്ക് ഭയങ്കര ദേഷ്യമായി, അപ്പനോട് വെറുപ്പായി. ഈ അപ്പന്റെ മോളായിട്ട് ഞാൻ ജനിച്ചല്ലോ എന്നുള്ള വലിയ ദേഷ്യം, വലിയ കോപം. അവളുടെ സ്വഭാവം തന്നെ അങ്ങ് മാറി. പിന്നെയാണ് അവൾ തീരുമാനിക്കുന്നത്, എനിക്ക് പോണം, ബിഗ് നഗരം ബോംബെ പോലുള്ള നഗരത്തിൽ പോണം, എന്നിട്ട് ഞാൻ അവിടെ പോയി വ്യഭിചാരം ചെയ്യും, അങ്ങനെ എന്റെ അപ്പനോട് ഞാൻ എന്റെ പ്രതികാരം തീർക്കും. ഇതിനാണ് ഇവള് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട്, ഇതിങ്ങനെയെല്ലാം ഞാൻ കേട്ടു, ഇവളുടെ കാര്യങ്ങളൊക്കെ കേട്ടു. ഞാൻ പറഞ്ഞു, മോളെ, എന്നിട്ട് അവള് പറയാണ്, 2 ദിവസം കഴിഞ്ഞപ്പോ എന്തോ ഒരു വ്യത്യാസം പോലെ എന്റെ ജീവിതത്തില്, ഐ നീഡ് ടു ടോക്ക് ടു യു, അതുകൊണ്ടാണ് ഞാൻ വന്നത്, എനിക്ക് ബ്രദറിനോട് സംസാരിക്കണം, ബ്രദറിലൂടെ എന്നോട് കർത്താവ് സംസാരിക്കുമെന്ന് എനിക്കൊരു തോന്നല്. ഞാൻ പറഞ്ഞു, മോളെ, നിന്റെ വേദനയും വിഷമവും ഒക്കെ എനിക്ക് മനസ്സിലാവും. നമ്മള് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് പൈശാചികമായ പ്രവൃത്തിയാണ്. ഞാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, മനസ്സിലാക്കി, എല്ലാം. അവളെ കുറച്ചു നേരമൊക്കെ പ്രാർത്ഥിച്ചു, എല്ലാ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവള് കരയാൻ തുടങ്ങി, വാവിട്ട് കരഞ്ഞു റൂമില്. അവളെ ആശ്വസിപ്പിച്ച് ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവുണ്ട് മോളെ, ഈശോ ഉണ്ടല്ലോ, മോളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ട് ഈശോ കൊണ്ടുവന്നു, അതുകൊണ്ടല്ലേ എന്റെ മുമ്പിൽ വന്നത്. അങ്ങനെ അവളെ പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ചു. പ്രിയമുള്ളവരെ, ആ മോള് പിന്നീട് അവിടുന്ന് പോയി. അതെല്ലാം വലിയൊരു ഡെലിവറൻസ് ആണ് അവൾ കിട്ടിയത്. അവളുടെ ജീവിതത്തിൽ വലിയൊരു ഡെലിവറൻസ് കിട്ടി, അവൾ കടന്നുപോയി. അങ്ങനെ അവളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവർത്തനങ്ങൾ ഉണ്ടായി. അവള് നാട്ടിൽ തന്നെ നല്ലൊരു കോളേജില് അവൾക്ക് അഡ്മിഷൻ കിട്ടി. ഇന്ന് ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ ഒരു ഫിനാൻഷ്യൽ കൺട്രോളറായിട്ട് ഒരു ഉന്നത നിലയിൽ അവൾ ജോലി ചെയ്യുക. ഒന്ന് കരങ്ങൾ അടിച്ചെന്ന് ഈശോയ്ക്ക് നന്ദി പറയാമോ? നിങ്ങൾ ഇരിക്കുന്നോടത്തിരുന്ന് കൈകൊട്ടാനൊക്കെ പറ്റുമോ? അനുഗ്രഹിച്ച ഒരു ദൈവമില്ലേ?
ഇത്രയും ഒരു വിടുതൽ കൊടുത്തൊരു ദൈവം ഈശോയല്ലേ ഇത് പ്രവർത്തിച്ചു, നമ്മളാരുമല്ലല്ലോ, തമ്പുരാൻ പ്രവർത്തിച്ചു. ഒന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് സന്തോഷമായില്ലേ? ഇതുപോലെ വിടുതൽ കർത്താവ് ചെയ്യുന്ന ഒരു ദൈവമാ. അപ്പൊ ദൈവം കൊടുത്ത ഒരു വലിയ വിടുതൽ, അതിന് നമുക്ക് നന്ദി സൂചകമായിട്ട് കരങ്ങൾ ഉയർത്തിയെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. സുവിശേഷം 24 മുതൽ 35 മുതലുള്ള വചനങ്ങളിൽ പറയുന്നു, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടിയിരുന്നില്ലേ. നമുക്ക് ആ വചനഭാവമൊക്കെ കൃത്യമായിട്ട് അറിയാവുന്നതാണ് അല്ലേ. ഞാൻ നിന്നോട് കരുണ കാണിച്ചു, നിന്നെ അയച്ചതാണ്, നിന്നോട് കരുണ കാണിച്ചു, പക്ഷെ നീ സഹസേവകനോട് ആ കരുണ കാണിക്കുന്നില്ല. 10,000 താലന്ത് ഉണ്ടായിരുന്നു, അവനത് ഇളച്ചൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ അവൻ പുറത്തേക്ക് വന്നപ്പോ വേറെ സെർവന്റിനെ കണ്ടു, വേറൊരു ആളെ കണ്ടപ്പോ അവന് 100 ദിനാറാ അത്രയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ അവനതൊന്നും ഇളച്ചു കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോഴാണ് കർത്താവ് ഈ വചനത്തിനോട് ചോദിക്കും, ഞാൻ നിന്നോട് കരുണ കാണിച്ചതുപോലെ നീയും നിന്റെ സഹസേവകനോട് കരുണ കാണിക്കേണ്ടിയിരുന്നില്ലേ. ഇതാണ് ദൈവം നമ്മളോട് ചോദിക്കുന്നത്. ഈ വചനം നമ്മുടെ ജീവിതത്തിലും ജീവൻ പ്രാപിക്കട്ടെ പ്രിയമുള്ളവരെ. അപ്പോൾ യജമാനൻ കോപിച്ച് കടം മുഴുവൻ വീട്ടുന്നത് വരെ അവനെ കാരാഗ്രഹ അധികാരിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്വനായ പിതാവ് നിങ്ങളോടും ഇതുപോലെ തന്നെ ചെയ്യും. മത്തായി സുവിശേഷത്തിന്റെ 18-ാം അധ്യായത്തിന്റെ ഈ വചനങ്ങളിൽ നമ്മൾ കാണുകയാണ്. അതുകൊണ്ട് അൺഫോർഗീവ്നെസ് ഇൻഫ്രിഞ്ച് ഗോഡ് ഗീവൺ റൈറ്റ്സ് ആസ് എ ചൈൽഡ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ, ഈ വെറുപ്പിൽ കഴിയുമ്പോൾ, ക്ഷമിക്കാൻ കഴിയാതെ നമ്മൾ കഴിയുമ്പോ ദൈവം ഒരു ദൈവമകന് മകള് എന്നുള്ള നിലയ്ക്ക് നമുക്ക് തന്നിരിക്കുന്ന റൈറ്റുകളെല്ലാം എടുത്തു മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഫ്രിഞ്ച്മെന്റ് നമ്മുടെ ജീവിതത്തിൽ നടക്കുകയാണ്. ഇൻഫ്രിഞ്ച്മെന്റ് നോട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു ഡ്രൈവിംഗ് ഫോൾട്ട് നമ്മൾ വരുത്തി, നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ, ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര പോയിന്റ്സ് ഉണ്ട്. അപ്പൊ ആ പോയിന്റ്സ് നമുക്ക് പല പ്രാവശ്യം നമ്മൾ ഈ ഇൻഫ്രിഞ്ച്മെന്റ് നോട്ടീസ് ഒക്കെ കിട്ടി, അവസാനം ആ പോയിന്റ് തീർന്നാൽ പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് 2 വർഷം കഴിയണം, പിന്നെ പുതിയ പോയിന്റ് നമുക്ക് കിട്ടണം. 12 പോയിന്റ് ആണ് നമുക്കുള്ളെങ്കിൽ നമ്മളൊരു റെഡ് ലൈറ്റ് ക്രോസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ഓവർ സ്പീഡ് ചെയ്തു, ബെൽറ്റ് ഇടാതെ യാത്ര ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഈ 12 പോയിന്റ് ഒറ്റ അടിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. അപ്പോ നമ്മുടെ റൈറ്റ് വണ്ടി ഓടിക്കാൻ ആസ് എ ഡ്രൈവർ, ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ വി ഹാവ് നോ റൈറ്റ് ടു ഡ്രൈവ്. ഇതെല്ലാം നഷ്ടപ്പെടുകയാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവമകനാണ് നമ്മൾ, ദൈവാത്മാവിനാണ് നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ്. അങ്ങനെയാണ് നമ്മളെ ദൈവം ആക്കിയിരിക്കുന്നത്. എന്നാൽ ക്ഷമിക്കാതിരിക്കുമ്പോൾ ആ ദൈവമകന്റെ യോഗ്യത അല്ലെങ്കിൽ ആ സ്ഥാനം നമ്മളിൽ നിന്ന് എടുത്തു കളയുകയാണ്. നമുക്ക് അതിനുള്ള റൈറ്റ് ഇല്ല. അവിടെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാതെ വരുന്നത്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തില് 5-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വചനം, നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ പ്രതിയോഗത്തിന്റെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും, അങ്ങനെ നീ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെടും. അപ്പോൾ വെറുപ്പിൽ കഴിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതം കാരാഗ്രഹത്തിലാണ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ തന്നെ അവനൊരു കാരാഗ്രഹത്തിലാണ്. പിന്നെ അവന് സ്വാതന്ത്ര്യമില്ല, അവന്റെ പ്രവൃത്തികളെല്ലാം കാരാഗ്രഹ തുല്യമായിട്ട് മാറുകയാണ്. അതുകൊണ്ട് പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളാനാണ് കർത്താവിന്റെ വചനം പറയുന്നത്. നമ്മുടെ ടീമില് ഉള്ള ഒരു സാബുച്ചനുണ്ട്. അച്ഛന് നോർത്ത് ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. അച്ഛൻ ധ്യാന ശുശ്രൂഷയിൽ പങ്കുവെച്ച ഒരു കാര്യം പങ്കെടുത്തപ്പോ പറഞ്ഞ് ഒരു പ്രാവശ്യം ടോക്കനടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? അച്ഛന്റെ അപ്പൻ കൊല ചെയ്യപ്പെട്ടതാണ്. ആ കൊല ചെയ്ത വ്യക്തിയോട് അച്ഛന് ഭയങ്കര ദേഷ്യമായിരുന്നു, വെറുപ്പായിരുന്നു. എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാല്, 2 പേര് തമ്മിൽ, അവർ അയൽവക്കത്തുള്ള ആൾക്കാർ തമ്മിൽ വഴക്കുണ്ടായി. ആ വഴക്കുണ്ടായി അവര് കത്തിക്കുത്തിങ്ങനെ ആ രീതിയിലേക്ക് വന്നപ്പോ ഈ അച്ഛന്റെ അപ്പൻ മധ്യസ്ഥനായി ഇടയ്ക്ക് കയറി നിന്ന് അവരെ രമ്യതപ്പെടുത്താൻ ചെന്നതാണ്. പക്ഷേ കുത്തിയത് മറ്റേ വ്യക്തിക്കിട്ട്, എതിർ കക്ഷിക്കിട്ട് കുത്തുകൊണ്ടത് ഈ അച്ഛന്റെ അപ്പനാണ്. അങ്ങനെ അപ്പൻ മരിക്കുന്നു. അതോടുകൂടി ഭയങ്കര ദേഷ്യം, വെറുപ്പ്. പിന്നെ അച്ഛൻ ഒരിക്കലും അവരുടെ ആ വീടുകൾ അവരോടുമായിട്ട് മിണ്ടിയിട്ടില്ല, സംസാരിച്ചിട്ടില്ല. അച്ഛൻ നമ്മുടെ ധ്യാനം ആദ്യം കൂടുന്നു. ധ്യാനം കൂടി കഴിഞ്ഞപ്പോഴത്തേനും അച്ഛന് വലിയ മാനസാന്തര അനുഭവം ഉണ്ടാകുന്നു. പിന്നീട് അച്ഛൻ പോയി ആ അനുഭവത്തിൽ ധ്യാനം കഴിഞ്ഞ് അച്ഛൻ നമ്മുടെ ടീമിലൊക്കെ അതിനുശേഷമാണ് ചേരുന്നത്. ആദ്യം ധ്യാനം കൂടുന്നു. ധ്യാനം കൂടിയിട്ട് അച്ഛൻ പോയിട്ട് ഈ കുടുംബക്കാരുടെ അടുത്ത് ചെന്ന് അവരോട് പറയുന്നു,
അവരോട് പറയുന്നു, എനിക്ക് നിങ്ങളോട് വെറുപ്പായിരുന്നു, ഞാൻ ഈ ധ്യാനമൊക്കെ കൂടിയപ്പോൾ എനിക്ക് ബോധ്യമായി, ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. എന്നിട്ട് പിന്നെ അവരോട് പറഞ്ഞു, നിങ്ങളെ എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെ കാണുന്നു, കരുതുന്നു. അങ്ങനെ ആ കേസൊക്കെ പിൻവലിക്കാനായിട്ട് അദ്ദേഹം തീരുമാനമെടുക്കുന്നു. അങ്ങനെ വലിയൊരു കൃപയിലേക്ക് അച്ഛൻ വരികയാണ്. അപ്പൊ പിന്നീട് അച്ഛൻ ഉയർന്ന വഴികൾ എന്ന് പറയുന്നത് വലിയ മനോഹരം, വലിയൊരു ധ്യാനഗുരുവായി, നല്ലൊരു ശുശ്രൂഷകരായി ഇന്ന് നോർത്ത് ഇന്ത്യയുടെ പല പ്രദേശത്തും ശുശ്രൂഷ ചെയ്തുകൊണ്ട് അച്ഛൻ കോഹിമ രൂപതയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ അഭിഷേകത്തോടെ അച്ഛൻ ശുശ്രൂഷ ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള തിന്മകൾ ഉണ്ടാകുമ്പോൾ സൂക്ഷിക്കണം. നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിന്റെ വഴികളിൽ, അതുവരെയും ഒരു ബോറിംഗ് ആയി പൗരോഹിത്യത്തെ കണ്ടിരുന്ന അച്ഛന്റെ ജീവിതത്തിൽ പിന്നീട് വലിയ ദാഹത്തോടെയാണ് അച്ഛൻ ഓടി നടക്കുകയാണ്. പിന്നെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് കോഹിമയെന്നൊക്കെ വരുമായിരുന്നു. അപ്പോ അതിനൊക്കെ സമയം കണ്ടെത്തി അവിടുത്തെ കാര്യങ്ങളും ആ തിരക്കിനിടയ്ക്കും ഒക്കെ വന്ന് ശുശ്രൂഷകൾ ചെയ്യുന്ന വലിയൊരു അഭിഷേകം, വളരെയധികം ഷൈൻ ഔട്ടായി പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം അച്ഛന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 5:26 അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വിട്ടുപോകണം, നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. അപ്പോ വെറുപ്പ് കഴിയുന്നവൻ കാരാഗ്രഹത്തിൽ, ആ കാരാഗ്രഹത്തിൽ നിന്ന് അവന് ഒരിക്കലും പുറത്തു വരാൻ കഴിയില്ല. അവിടെ സ്വാതന്ത്ര്യമില്ല, നോ ഫ്രീഡം. ഇനി എത്രമാത്രം നിലവിളിച്ച കാരാഗ്രഹത്തിൽ കിടന്ന് കരഞ്ഞാലും നിനക്ക് പുറത്തു വരാൻ പറ്റില്ല. then you have only a tunnel vision. കാരാഗ്രഹത്തിൽ കിടക്കുന്ന വ്യക്തിക്ക് അവൻ ആ ജനലിൽ കൂടെ കിട്ടുന്ന ആ ഒരു വിഷൻ മാത്രമേ ഉള്ളൂ, പൂർണ്ണമായിട്ട് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ. ഇതാണ് ഈ ദൈവാനുഗ്രഹം നഷ്ടപ്പെടുത്തുന്ന മേഖല. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി, പെന്തക്കുസ്തായ്ക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുമ്പോ ഓർക്കണം, 1 യോഹന്നാൻ 3:15 സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്, കൊലപാതകിയിൽ എന്തില്ല? നിത്യജീവനില്ല. നമുക്ക് ഈ പെന്തക്കുസ്ത അഭിഷേക നൈറ്റ് വിജിലും ഈ ധ്യാനവും നമ്മൾ എന്തിനാ കൂടുന്നേ? എന്താ നമ്മുടെ ലക്ഷ്യം? UK പോകണം, ഓസ്ട്രേലിയക്ക് പോകണം, അമേരിക്കക്ക് പോകണം, നല്ല ജോലി കിട്ടണം, കാറ് വാങ്ങണം, ജോലി കിട്ടണം, അല്ലെ? അതൊക്കെയാണോ നമ്മുടെ ആഗ്രഹം? ഇതൊന്നും തെറ്റായ ആഗ്രഹമല്ല, ഇതൊക്കെ വേണം. പക്ഷേ ആത്യന്തികമായിട്ട് നമുക്ക് വേണ്ടത് ദൈവത്തോടു കൂടി ആയിരിക്കണം. നമ്മൾ എവിടെ നിന്ന് വന്നോ അങ്ങോട്ട് പോകണം, നിത്യജീവൻ പ്രാപിക്കണം. നിത്യജീവന് വേണ്ടിയിട്ടാണ് നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം തന്നത്. ഈ ഭൂമിയിൽ നമ്മള് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കുമ്പോ ദൈവരാജ്യ അനുഭവത്തിലാകും. അങ്ങനെ നമ്മൾ ജീവിച്ച നിത്യജീവന്റെ അവകാശിയായി പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മുഖാമുഖം കണ്ട് ആരാധിക്കാൻ നമുക്ക് പറ്റും. അതിലേക്കാണ് നമ്മുടെ വിളി. എപ്പോഴാ നമ്മുടെ ജീവിതം അവസാനിക്കാൻ നമുക്ക് വല്ല നിശ്ചയമുണ്ടോ? ഒരു നിശ്ചയമില്ല, എപ്പോ വേണേലും അവസാനിക്കാം, അല്ലേ? മിനിയാന്നത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഞാനിപ്പോ ഉള്ളത് ഓസ്ട്രേലിയയില്, വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ ഒരു സ്ഥലത്താണ് ഞാനിപ്പോ ഉള്ളത്. അപ്പൊ അവിടെ ശുശ്രൂഷ കഴിഞ്ഞ് ഞാന് ഇവിടെ രാത്രിയില് നമ്മള് ഇവിടുത്തെ സമയം 2:30 ആയപ്പോഴാണ് ഞാൻ കടന്നത്. പിന്നെ 6:30 6:15 തന്നെ എഴുന്നേറ്റ് പള്ളിയിൽ പോകണം. അപ്പൊ ഞാൻ നല്ല ഉറക്കത്തിൽ ഉറങ്ങി കിടക്കാണ്. അല്ല കഴിഞ്ഞ് ഞാൻ പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്നു, ജോലി ചെന്നപാടെ അവിടുത്തെ ഓഫീസിൽ ചെന്നപാടെ അവിടെ ഒരു ഓഫീസിൽ അവരെന്നോട് പറയാണ്, രാവിലെ ഒരു ഭൂകമ്പം ഇവിടെ ഉണ്ടായി, നിങ്ങളൊക്കെ അറിഞ്ഞോന്ന്. അവരെല്ലാരും അറിഞ്ഞു, ഞാൻ അറിഞ്ഞില്ല, കാരണം ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇവിടുത്തെ 5:30 സമയത്ത് നമ്മളിവിടെ നല്ല 2:30 കടന്നതേ ഉള്ളൂ, 6:15 ഏക്കണം. അപ്പൊ ആ സമയത്ത് നമ്മൾ അലാറം വെച്ചിട്ടാണ് കിടക്കുന്നത്. ഭൂകമ്പം ഉണ്ടായി. അതൊരു വലിയ ഭൂകമ്പമാണെങ്കിൽ ഇന്ന് ഈ സമയത്ത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് പറ്റുമോ? ഞാനിവിടെ ഉണ്ടാകത്തില്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം, അല്ലേ? നമ്മുടെയൊക്കെ ജീവിതം അത്രയേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നിത്യജീവനെ പ്രതി ഇപ്പോ നമ്മൾ അകത്തേക്ക് എടുക്കുന്ന ശ്വാസം പുറത്തേക്ക് വരുമെന്ന് നമുക്കാർക്കും നിശ്ചയമില്ല. അതുകൊണ്ട് നമ്മൾ വെറുപ്പിലും വിദ്വേഷത്തിൽ നിന്ന് മാറുക, പാപമംഗലമായ ജീവിതം ഉപേക്ഷിക്കുക, വിശുദ്ധിയിൽ, അഭിഷേകത്തിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പെന്തക്കുസ്ത നമുക്ക് നൽകുന്ന അഭിഷേകം നമ്മൾ സ്വീകരിക്കുക. അപ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആകുന്നത്. ക്ഷമിക്കാത്ത അവസ്ഥ ദൈവാനുഗ്രഹം സ്വീകരിക്കുന്ന തടസ്സമാണ്. ഒരു വ്യക്തിയുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുന്നതും അതിന് കാരണമാകും. നമ്മൾ ഇന്നലെ കണ്ടതാണ്. പാപത്തിലായിരിക്കുമ്പോഴും വെറുപ്പി കഴിയുമ്പോഴും ഒക്കെ സംഭവിക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കിയില്ല. യേശയ്യാ പ്രവാചകൻ നമ്മളോട് പറയുന്ന വചനങ്ങളുണ്ട്, നിങ്ങളുടെ കരങ്ങൾ രക്തമംഗലമാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലേ? നമ്മളതിലെ കണ്ടതാണ് വചനഭാഗം.
അതുപോലെ തന്നെ ഈ വെറുപ്പെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം നമ്മളോട് ക്ഷമിക്കുന്നതിന് തടസ്സമായി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയില്ലേ, മത്തായി സുവിശേഷം 6-ാം അധ്യായം 14-15 അവിടെ പറയുന്നുണ്ട്, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ ഞങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുകയില്ല. നമ്മൾ ആ പ്രാർത്ഥനയിൽ കാണുന്ന എന്താ? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പൊ നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ ദൈവവും ക്ഷമിക്കത്തില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് ഈ മത്തായിയുടെ സുവിശേഷത്തില് ഈ 6-ാം അധ്യായത്തിൽ പറയുന്നത് ഈ വചനം, മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല. അതുകൊണ്ട് മത്തായി സുവിശേഷം 12:36-37 ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യൻ പറയുന്ന ഓരോ വാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ഓരോ വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും. ഇന്നത്തെ നമ്മള് ഈ ന്യൂ ജനറേഷൻ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചില വേർഡ്സുകളൊക്കെ അവർക്ക് ഭയങ്കര നോർമലാ. ഇവിടെയൊക്കെ ആണെങ്കിൽ എഫ് വേർഡ്സ് എന്ന് പറയും. എഫ് ഉപയോഗിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള വാക്കുകൾ, അത് എന്ത് വർത്താനം പറഞ്ഞാലും ചില ആൾക്കാർ ഇടയ്ക്ക് അതങ്ങ് ഉപയോഗിക്കും. അതൊക്കെ നോർമലായിട്ടാണ്. ചിലര് സ്റ്റുപ്പിഡ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ വിഡ്ഡി എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഇഡിയറ്റ് എന്നൊക്കെ നമ്മൾ വിളിക്കുക. അതെല്ലാം പാപമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ഓരോ വ്യർത്ഥ വാക്കിനും നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നമ്മൾ അതെല്ലാം ചെറുതും വലുതുമായ നമ്മുടെ ഓരോ വാക്കുകളെയും നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ടാ വചനം പറയുന്നത്, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഈ നമ്മള് എന്താ പറയുന്ന ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുമ്പോ പാടുന്നില്ലേ, ഇന്നലെയുള്ളവരിന്നിവിടില്ല യാത്രക്കാര മുന്നിലിതാ നിൻ കവറിടമല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ പാടി ശുശ്രൂഷകളിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ ജീവിതം ഇത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് ഈ നിമിഷം എന്റെ കർത്താവ് എന്റെ ജീവനെ, എന്റെ ആത്മാവിനെ തിരികെ ചോദിച്ചാൽ തമ്പുരാനോടുകൂടി ആയിരിക്കും. അതാണ് കൃപയുടെ നിമിഷം, കൃപയുടെ സമൃദ്ധിയിലുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത്. അതിനായി നമ്മുടെ ജീവിതത്തെ നമ്മൾ വിട്ടുകൊടുക്കണം. അതുകൊണ്ട് മത്തായി സുവിശേഷം 5:22 പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്കിരയായി തീരും. റോമാലേഖനം 2:1-2 അല്ലയോ മനുഷ്യ, നീ ആര് തന്നെയായാലും മറ്റൊരുവനെ വിധിക്കുമ്പോൾ നിനക്ക് ന്യായീകരണമില്ല. അവരനെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയാണ് വിധിക്കുന്നത്. എന്തെന്നാൽ വിധിക്കുന്ന നീയും അതേ കുറ്റങ്ങൾ തന്നെ ചെയ്യുന്നു. നമ്മൾ അളക്കുന്ന അളവ് പോലെ കൊണ്ട് തന്നെ നമ്മളും അളക്കപ്പെടുമെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അപ്പോൾ മത്തായി സുവിശേഷം 18 നമ്മൾ കാണുന്നുണ്ട്, പത്രോസ്ലീഹ ഒന്ന് ചോദിക്കുന്നുണ്ട്. 21-22 വചനങ്ങളാണ്. കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എന്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യം. 70 പ്രാവശ്യം എന്ന് ഞാൻ നിന്നോട് പറയുന്നു പറഞ്ഞാൽ 7 റൈസ് ടു ദ പവർ ഓഫ് 70. അപ്പൊ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണലായിട്ട് നമ്മൾ ക്ഷമിക്കണം, വ്യവസ്ഥകളില്ലാതെ ക്ഷമിക്കണം. അപ്പോ പലപ്പോഴും ആളുകൾ എന്നോട് പറയാറുള്ള ഒരു കാര്യമുണ്ട്, ബ്രദറെ, ഈ മാനുഷികമായിട്ട് ഇത് സാധ്യമാണോ നമുക്ക് ഇങ്ങനെ ക്ഷമിക്കാൻ? അവരെന്നോട് ചെയ്ത ക്രൂരത അത്ര വലുതല്ലേ, എങ്ങനെ ക്ഷമിക്കാൻ പറ്റും? അവരെന്റെ ജീവിതത്തിൽ വരുത്തിയ നഷ്ടം അത്ര വലുതാ, അവരെന്റെ ജീവിതത്തെ തന്നെ നശിപ്പിച്ചു കളഞ്ഞവരാ, അവരോട് ഞാൻ എങ്ങനെ ക്ഷമിക്കും? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. മത്തായി സുവിശേഷം 19:26 യേശു പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിനെല്ലാം അസാധ്യമാണ്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇത് സാധ്യമാകും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഐ വിൽ നോട്ട് ലീവ് യു ആസ് എൻ ഓർഫൻ. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങൾക്ക് എന്റെ ആത്മാവിനെ നൽകും. ഞാൻ ഓർക്കുന്ന ഒരു സഹോദരി, ഞാൻ UK-യില് നമ്മുടെ ടീം ധ്യാനിപ്പിക്കുകയാണ്. 22ഓളം പള്ളികളിൽ ധ്യാനം. അവിടെ ഒരു മലയാളം ധ്യാനമാണ് ആ സമയത്ത്. ഒരു 3 പള്ളികളിലാണ് ഇംഗ്ലീഷ് ധ്യാനം ഉണ്ടായിരുന്നത്. ഒരു സ്ഥലത്ത് ഒരു ഇംഗ്ലീഷ് പള്ളിയിലെ ശുശ്രൂഷ നടക്കുകയാണ്. അപ്പൊ 3 ദിവസത്തെ ധ്യാനമായിരുന്നു, ഫുൾ ഡേ ധ്യാനം. അപ്പോ 3-ാമത്തെ ദിവസം ഒരു അമ്മ അവരുടെ ഒരു മോളെയും കൂട്ടിയിട്ട് ധ്യാനത്തിന് വരികയാണ്. അവർക്ക് യാതൊരു താല്പര്യമില്ല, ഇംഗ്ലീഷുകാരിയാ, യാതൊരു താല്പര്യമില്ല, വളരെ അലസമായിട്ടൊക്കെ നിൽക്കുകയാണ്. അവസാനം ധ്യാനത്തിന് കൂടി, ഒരു ദിവസം കൂടി, ലാസ്റ്റ് അഭിഷേക പ്രാർത്ഥനയുടെ സമയം. ഈ സമയത്ത്
അവള് വളരെ അലസമായിട്ട്, അവൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അമ്മ പറഞ്ഞുകൊണ്ട് വന്നു, നിർത്തിയോട് കൊണ്ട് വന്നു എന്നുള്ള മട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ വന്ന് ഈ മോള് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഞാനും അച്ഛനും അലക്സ് പറഞ്ഞു, ഞങ്ങൾ 3 പേര് ഇങ്ങനെ ലൈനായിട്ട് നിന്ന് തല കഴിച്ച് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഒത്തിരി അനോയിന്റിങ് നടക്കുകയാണ്. തല കഴിക്കും, ചില ആൾക്കാർക്ക് അഭിഷേകം കിട്ടുന്നവർ വീഴുമൊക്കെ, അങ്ങനെ ചെയ്യുന്ന ഒത്തിരി പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഇങ്ങനെ വന്നപ്പോ ഈ മോള് എന്റെ അടുത്ത് വന്നപ്പോ ഒരു പരിശുദ്ധാത്മാവ് അവളോട് സംസാരിക്കാനായിട്ട് ചില ചിന്തകൾ എന്റെ മനസ്സിൽ തന്നു. ഒന്നും എനിക്ക് അവളെ കുറിച്ച് ഒരു യാതൊരു ബോധവുമില്ല, ഒരു അറിവുമില്ല. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, മോളെ ദൈവാനുഗ്രഹം പ്രാപിക്കാനായിട്ട് നിനക്ക് പറ്റുന്നില്ലല്ലോ, യു ആർ റിയലി ട്രബിൾഡ് ആൻഡ് സംതിങ്, ഭയങ്കരമായിട്ട് നിന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യം ഇങ്ങനെ കടന്ന് കുടുങ്ങുന്നുണ്ടല്ലോ, നീ അതിൽ അങ്ങ് അസ്വസ്ഥപ്പെട്ടിട്ടാണല്ലോ അവിടെ നിൽക്കുന്നേ, ഭയങ്കരമായിട്ടുള്ള ഒരു വെറുപ്പിലാണല്ലോ നീ കഴിയുന്നത്, അങ്ങനെയാ പരിശുദ്ധാത്മാവ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു അവളോട്. ഇവൾ അതങ്ങ് ഞെട്ടിപ്പോയി അങ്ങനെ കേട്ടപ്പോ, ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവൾ എന്നോട് പറഞ്ഞു, ബ്രദർ ക്യാൻ ഐ ടോക്ക് ടു യു, എനിക്കൊന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ഞാൻ അവളെ മാറ്റി നിർത്തി. അപ്പോൾ മാറ്റി നിർത്തിയിട്ട് ഞാൻ അവളോട് പറഞ്ഞു, മോളെ നീ അവിടെ നിൽക്കി, ഞാൻ ഇവരെല്ലാം പ്രാർത്ഥിച്ചിട്ട് മോളെ കാണാം. അങ്ങനെ ഞാൻ ആൾക്കാരെയൊക്കെ പ്രാർത്ഥിച്ചു വിട്ടതിന് ശേഷം ഇവൾ എൻ്റെ അടുത്ത് വന്നു. ഞാൻ അമ്മയോട് സംസാരിക്കുക. അപ്പോൾ എന്നോട് പറയാണ് അവള്, ബ്രദർ പറഞ്ഞത് സത്യമാണ്, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം പറ്റാത്ത കാര്യമാണ് ഈ ടോക്കിലൊക്കെ പറഞ്ഞ കാര്യം. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യം ഞാൻ ചെയ്യാം, പക്ഷേ ക്ഷമിക്കാൻ മാത്രം പറയരുത്, ദാറ്റ് ഈസ് ഇമ്പോസിബിൾ, എനിക്കത് പറ്റില്ല. അപ്പൊ ചോദിച്ചു, മോളെ എന്താ പറ്റി? അപ്പൊ അവൾ എന്നോട് പറയാണ്, ഞങ്ങളുടെ ഒരു നല്ല ഫാമിലി കുടുംബം, രണ്ട് കുടുംബങ്ങൾ, വളരെ വളരെ തിക് ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ, നല്ല ഫാമിലി ബന്ധങ്ങളാണ്. എന്റെ തന്നെ പ്രായത്തിലുള്ള ഒരു 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 പയ്യൻ മറ്റേ വീട്ടിലുണ്ട്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വളരെ ജോളിയാണ്, എപ്പോഴും പോക്കും വരവും ഭക്ഷണം കഴിക്കലും ഒക്കെ എല്ലാം ഉണ്ട്. അപ്പൊ ഒരു ദിവസം ഇപ്പൊ അവൾക്കൊരു, ഞാൻ അന്ന് കാണുന്ന സമയത്ത് അവൾക്കൊരു 20 വയസ്സ് പ്രായമുണ്ട്. അപ്പൊ അവള് എന്നിട്ട് പറയാണ്, എന്റെ അപ്പനും അമ്മയും ഒരു ദൂര സ്ഥലത്തേക്ക് പോവുകയാണ്, ഞാൻ മാത്രമേ വീട്ടിലുള്ളൂ. ഇത് അവർക്കും അറിയാം, വീട്ടുകാർക്കൊക്കെ അറിയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവര് പോയിട്ട് കുറെ, അല്ലെങ്കിൽ അന്നത്തെ ദിവസം വരുന്നില്ല, അങ്ങനെ എന്തോ ആണ്, അന്നല്ലെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം കണ്ട് വരുന്നുള്ളൂ. അപ്പൊ ഏതായാലും ഉടനെയൊന്നുമില്ല. ആ സമയത്ത് ഈ പയ്യൻ ഇവളുടെ വീട്ടിലേക്ക് ഇവളുടെ വീട്ടിലേക്ക് വരികയാണ്. ഇവള് സാധാരണ വെൽക്കം ചെയ്യുന്ന പോലെ വെൽക്കം ചെയ്തു, അവന് ചായയൊക്കെ കൊടുത്തു. ഇവര് തമ്മിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവനിലെ എന്താ പറയുന്ന ലൈംഗിക ആസക്തി ഉണർന്നു. അവൻ പെട്ടെന്ന് ഈ പെണ്ണിനെ കയറി പിടിച്ച് അവളെ റേപ്പ് ചെയ്തു, ബലാത്സംഗം ചെയ്തു. ഈ പെങ്കൊച്ചിന് അങ്ങ് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഒരു നല്ല സുഹൃത്ത്, നല്ലൊരു ബ്രദറിനെ പോലെയൊക്കെ കരുതി അവർ നല്ല റിലേഷൻഷിപ്പിൽ പോയിരുന്നാണ്. പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതോടുകൂടി അവൾക്ക് ഭയങ്കര ദേഷ്യമായി. അന്ന് മുതൽ അവള് ഭയങ്കര വെറുപ്പിലും വിദ്വേഷത്തിലും, പിന്നെ അവനുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല, ബന്ധവും ഇല്ല. പിന്നെ അവളുടെ ചിന്ത എന്ന് പറയുന്ന ഏതെങ്കിലും അവസരം കിട്ടിയാൽ അവനെ ഒന്ന് കൊല്ലണം. ഈ വെറുപ്പ് ഇങ്ങനെ കൂടി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ധ്യാനത്തിൽ അവൾ വരുന്നത്. അപ്പൊ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോ ഞാൻ ഒരു കാര്യം കണ്ടത്, അവളുടെ വലത് കവിള്, നല്ല സുന്ദരിയായ പെൺകുട്ടിയാ, വലത് കവിളില് ഭയങ്കരമായൊരു വ്രണമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, മോളെ എന്താണ് ഈ മുഖത്ത് കാണുന്ന ഈ വ്രണം? അപ്പൊ അവള് പറഞ്ഞു, ഇത് ഞാൻ കുറെ നാളുകളായി, ഇപ്പൊ ഒരു 2 വർഷത്തോളമായി ഇങ്ങനെ ഇതുമായിട്ട് ഇങ്ങനെ സഫർ ചെയ്യുന്നു, പോകാത്ത ഡോക്ടർമാരില്ല, ചെയ്യാത്ത ട്രീറ്റ്മെന്റ് ഇല്ല, യാതൊരു വിധത്തിലും സൗഖ്യം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മോക്ക് സൗഖ്യം വേണമെന്ന് ആഗ്രഹമുണ്ടോ? അപ്പോൾ അവള് പറഞ്ഞു, യെസ്, എനിക്ക് ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും. ഇനി എനിക്കത് കിട്ടിയാൽ, ഞാൻ ഇന്ന് വളരെയധികം വിഷമിച്ചു, എനിക്ക് ആരുടെ മുമ്പിൽ നോക്കാനോ മുന്നിൽ ഇറങ്ങാനോ ഒന്നും പറ്റുന്നില്ല, എനിക്ക് ആഗ്രഹമില്ല, ഞാൻ ഇങ്ങനെ ഹൈഡ് ചെയ്താണ് നടക്കുന്നത്. ഇവിടെ തന്നെ വന്നപ്പോഴും അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഈശോ നിന്നെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ഒറ്റ കണ്ടീഷൻ, നീരുപാധികം നിന്നെ ഉപദ്രവിച്ച, നിന്നെ ബലാത്സംഗം ചെയ്ത ആ പ്രിയപ്പെട്ട മകനോട് നീ ക്ഷമിച്ച് അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഷി സെഡ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ഇത് പോസിബിൾ അല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, യെസ്, നിനക്ക് സാധ്യമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് സാധിക്കും. നീ ഒരു കാര്യം ചെയ്യേ, ആഗ്രഹം ഈശോയോട് പറയാമോ, നിനക്ക് ആഗ്രഹമുണ്ട്, നീ ഇത്ര പറഞ്ഞാൽ മതി, എനിക്ക് ആഗ്രഹമുണ്ട് ക്ഷമിക്കാൻ, പറ്റുന്നില്ല കർത്താവേ. അവള് പറഞ്ഞു, ചെയ്യാം. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ ഇപ്പൊ അച്ഛനുണ്ട്, അച്ഛൻ്റെ അടുത്ത് പോയി ഒന്ന് കുമ്പസാരിക്കാം. അവള് പറഞ്ഞു, യെസ്, ഐ വിൽ ഡു ദാറ്റ്. അവള് പോയി കുമ്പസാരിച്ച് അവള് ക്ഷമിക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തിട്ട് അവള് കുമ്പസാരിച്ചു കഴിഞ്ഞു വന്ന് ഞങ്ങള് 3 പേരും കൂടെ അവളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു വിട്ടു. അവള് പോയി, ധ്യാനം കഴിഞ്ഞു. ഞങ്ങള് അടുത്ത സ്ഥലത്തേക്ക് ആ ധ്യാനം കഴിഞ്ഞു അങ്ങനെ പോയി. അവസാനം ഈ ധ്യാനം എല്ലാം കഴിഞ്ഞിട്ട് നോട്ടിങ്ങാം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നൈറ്റ് വിജില്
മലയാളികളെല്ലാം മലയാളം കൂടിയ ധ്യാനം കൂടിയ എല്ലാ അവിടെയുള്ള എല്ലാവരും കൂടെ കൂടി അവിടെ ഒരു എന്താ പറയുന്ന ഒരു നൈറ്റ് വിജിൽ സംഘടിപ്പിച്ചു. ഞാൻ അന്ന് UK-യിലാണ് ഉള്ളത്. ആ സമയത്താണ്, അവിടെയുള്ള സമയത്താണ്. അപ്പൊ അവിടെ അന്ന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അവിടെ ഇങ്ങനെ നൈറ്റ് വിജിൽ ഇങ്ങനെ സംഘടിപ്പിച്ചപ്പോൾ ഞങ്ങൾ അവിടെ നൈറ്റ് വിജിലിനായിട്ട് ചെല്ലുകയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ ഫ്ലൈറ്റ് അവരൊക്കെ പോകും, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ നൈറ്റ് വിജിലിൽ ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് പള്ളിയുടെ ഒരു 4 റോ നിറച്ച് ഇംഗ്ലീഷുകാർ വന്നിരിക്കുന്നു. നമ്മൾ മലയാളത്തിലാണ് നൈറ്റ് വിജിൽ. അപ്പൊ ഞാൻ അവിടെ ഒരു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റിയിൽ അവരോട് ചെന്നിട്ട് ചോദിച്ചു, ഇത് മലയാളം നൈറ്റ് വിജിലാണ്, നിങ്ങൾക്ക് അത് അറിയാൻ പാടില്ലാതെ വന്നതാണോ? എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് അറിയാം, അറിഞ്ഞിട്ട് തന്നെ വന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ലല്ലോ? അതൊക്കെ മനസ്സിലായിക്കോളും, നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇംഗ്ലീഷൊക്കെ പറയുന്നില്ല, അതൊക്കെ മനസ്സിലായിക്കോളും. എന്നിട്ട് എന്നോട് അതിൻ്റെ അകത്തൊരു ഒരു ആന്റി എന്നെ ഇങ്ങോട്ട് കാണിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളെ ഓർക്കുന്നുണ്ടോ? ഞാനിപ്പോ കണ്ട പരിചയമൊക്കെ മോഹമൊക്കെ എനിക്ക് തോന്നി, ഒത്തിരി പേഴ്സണൽ അടുപ്പൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്റെ ചോദിച്ചു, ഈ മോളെ അറിയൂ? അപ്പൊ ഞാൻ നോക്കുമ്പോ ഇവിടെ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ ആ കൊച്ചാണ്. ഞാൻ നോക്കുമ്പോൾ അവളുടെ ഭാവവും രൂപമൊക്കെ മാറി ഭയങ്കര നല്ല മിടുക്കിയായിട്ടിരിക്കുന്നു. അവര് പറഞ്ഞു, ഈ ധ്യാനം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അവളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം ഉണ്ടായി. പിറ്റേ ദിവസം ധ്യാനം കഴിഞ്ഞ് പിറ്റേ ദിവസം അവൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവളുടെ വലത്തെ കവിളിലെ ആ വ്രണം എല്ലാം മാറി, ഇടത് കവിൾ എങ്ങനെയോ അതുപോലെ വലത് കവിൾ കംപ്ലീറ്റ് പൂർണ്ണമായ ഹീലിംഗ് കർത്താവ് കൊടുത്തു. അവളങ്ങ് തീരുമാനമെടുത്തു. അവള് മറ്റവനുമായിട്ട് രമ്യതപ്പെട്ടിട്ടൊന്നുമില്ല. അവൾ അവിടെ തീരുമാനമെടുത്ത് അന്ന് കടക്കുമ്പോൾ അവളെടുത്ത തീരുമാനം, പിറ്റേ ദിവസം അവനെ കണ്ട്, അന്ന് രാത്രിയില്ല ശുശ്രൂഷ കഴിഞ്ഞ്, പിറ്റേ ദിവസം അവനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ അവൾ തീരുമാനമെടുത്തപ്പോഴേ ദൈവം പ്രവർത്തിക്കുകയാണ്. അവൾ അത് ചെയ്തു, അവരുമായിട്ട് രമ്യതപ്പെട്ടു. അങ്ങനെ വളരെ സൗഖ്യം കിട്ടി, അനുഗ്രഹം കിട്ടി എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയാൻ വേണ്ടി അവർ വന്നതാ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്ന് കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഉയർത്തി ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് സ്വതന്ത്രമായിട്ടൊന്ന് കർത്താവിനെ ഒന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ സ്തുതിക്കുന്നു ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി ആരാധന. യേശുവേ സ്തുതിക്കുന്നു ഹല്ലേലൂയ സ്തുതിക്കുന്നു ആരാധിക്കുന്നു ഹല്ലേലൂയ. യേശുവേ നന്ദി ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഞങ്ങൾ ആരാധിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ.